നമസ്കാരം, ഞാൻ ഡോക്ടർ നബ്ല. എല്ലാവർക്കും നബ്ല സ്റ്റോക്കിലേക്ക് സ്വാഗതം. പഞ്ചസാര ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരുമില്ല. നമ്മളെല്ലാ ഭക്ഷണത്തിന് ശേഷവും ഒരു മധുരം കഴിക്കുക എന്ന് പറഞ്ഞത് ഇപ്പം അതൊരു ട്രെൻഡാണ്. പണ്ട് മുതലേ നമ്മൾ സദ്യ കഴിഞ്ഞാൽ പായസം കുടിക്കുക, അല്ലെങ്കിൽ ഒരു സ്വീറ്റ് കഴിക്കുക, അല്ലെങ്കിൽ ഒരു പുഡിങ് കഴിക്കുക. അതെന്ന് പറയുമ്പോൾ നമ്മൾ നോർമൽ ലൈഫിൽ അതൊരു ഭാഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ഈ പഞ്ചസാര നമ്മൾ ഡെയിലി നമ്മുടെ ശരീരത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്നത് എന്നും ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പഞ്ചസാരയുടെ അമിത ഉപയോഗം നമ്മുടെ ശരീരത്തിൽ വളരെയധികം മാറ്റങ്ങൾ വരുത്താറുണ്ട്. അതായത് ഒരു സ്പൂണോ അല്ലെങ്കിൽ 2 സ്പൂണ് ചായയിലോ അല്ലെങ്കിൽ കോഫിയിലോ നമ്മൾ ഒരു നേരം 2 നേരം 3 നേരം നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ ശരീരത്തിൽ എക്സസ് ആയിട്ട് ഷുഗർ വരികയും അത് പിന്നീട് ഡയബറ്റിക് വരാനും, അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഉണ്ടാവാനും, ഫാറ്റി ലിവർ വരാനും, അതുപോലെ തന്നെ ഹാർട്ട് ഡിസീസസ് വരാനും ഒക്കെ ഇത് കാരണമാകാറുണ്ട്. അപ്പം നമുക്ക് ഈ പഞ്ചസാരയുടെ ഉപയോഗം നമുക്ക് എങ്ങനെ കുറയ്ക്കാം, അത് കുറച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് ഫസ്റ്റ് നോക്കാം. നമുക്ക് പ്രധാനമായിട്ടും ആൻറ്റി ഏജിങ് ആണ്. അതായത് ഷുഗർ നമ്മൾ ഇപ്പോൾ 2-3 സ്പൂൺ ഇടുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പതുക്കെ നമ്മൾ കുറയ്ക്കുക. പെട്ടെന്ന് നമുക്ക് കുറയ്ക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മൾ പഞ്ചസാര ചായയിൽ ഇടുന്നത് നമുക്ക് വേണമെങ്കിൽ 1 സ്പൂൺ ആക്കിയിട്ട് കുറയ്ക്കാം. നമ്മൾ 2-3 ചായ ഒരു ദിവസം കുടിക്കുന്നവരാണെങ്കിൽ അത് 1-2-3-4 ഒക്കെ കുടിക്കുന്നവർ 1-2 ആക്കി കുറയ്ക്കുക. എന്നിട്ട് പതുക്കെ അത് 1 നേരമാക്കി മാറ്റാം. പിന്നെ നമ്മൾ പാൽ ചായ കുടിക്കുമ്പോഴാണ് പ്രത്യേകിച്ച് നമുക്ക് പഞ്ചസാര ഇട്ടിട്ട് കുടിക്കുമ്പം അതൊരു ഫീല് കിട്ടുക. അപ്പോൾ കട്ടൻ ചായ അല്ലെങ്കിൽ ബ്ലാക്ക് കോഫിയിലോട്ടൊക്കെ മാറുക. അത് ഷുഗർ ഇല്ലാതെ അല്ലെങ്കിൽ ഷുഗർ കുറച്ചിട്ട് നമ്മൾ കഴിക്കുമ്പോൾ അത്രയും ഷുഗറേ നമ്മുടെ ശരീരത്തിലോട്ട് വരുന്നുള്ളൂ എന്നുള്ളതാണ്. പിന്നെ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധുര പലഹാരങ്ങളായിട്ടുള്ള എല്ലാ ജിലേബി, ലഡു, എല്ലാ ഐറ്റംസും നമ്മൾ മാക്സിമം കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. കുറച്ച് പതുക്കെ അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ നോക്കുക. ഇതൊക്കെ നമ്മൾ ശരീരത്തിൽ കൺട്രോൾ ചെയ്യാതെ നമ്മൾ ഓവറായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ശരീരത്തിൽ വളരെയധികം മാറ്റങ്ങളാണ് വരുത്തുന്നത്. അതുപോലെ തന്നെ പഞ്ചസാരയുടെ അളവ് നമ്മൾ കുറച്ച് പഞ്ചസാര ഉപയോഗിക്കുന്നത് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെയുള്ളതാണ് മറ്റ് ഷുഗർ നമുക്ക് കൺട്രോൾ ചെയ്ത് വരാൻ പറ്റും. മറ്റ് ഫാറ്റി ലിവർ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ആൻറ്റി ഏജിങ് ഞാൻ പറഞ്ഞു, അതായത് പ്രായം നമുക്ക് ചെറുപ്പമായിട്ടുള്ളത് തോന്നും. അതുപോലെ തന്നെ മുഖത്തുണ്ടാകുന്ന മുഖക്കുരുകൾ നമുക്ക് പതുക്കെ കുറച്ച് വരാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിൽ നമ്മൾ പഞ്ചസാര ഉപയോഗിക്കുന്നത് കുറച്ചു കഴിഞ്ഞാൽ സാധിക്കും. അത് പഞ്ചസാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചായയിലിടുന്ന പഞ്ചസാര മാത്രമല്ല, മധുരമുള്ള എല്ലാ കാര്യങ്ങളും. അതായത് ചിലപ്പോൾ നമ്മൾ ചോക്ലേറ്റ്സ് ആയിരിക്കും. ഇപ്പോൾ ഒരു പീസ് ചോക്ലേറ്റ് നമുക്ക് ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റും. അത് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പീസ്, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ അറിയാതെ പോലെ നമ്മൾ ആ ഒരു പാക്കറ്റ് കംപ്ലീറ്റ് ആയിട്ട് കഴിക്കും. അതുപോലെ തന്നെ ബിസ്ക്കറ്റ് നന്നായിട്ട് പഞ്ചസാരയുണ്ട്. ബാക്കി അങ്ങനെ ഒരുപാട് ബേക്കറി ഐറ്റംസിൽ പഞ്ചസാര അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ മധുരം അടങ്ങിയിട്ടുള്ള ബേക്കറി പദാർത്ഥങ്ങളും അതുപോലെ തന്നെ ചായ ആണെങ്കിലും ഒക്കെ തന്നെ നമ്മൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. അതായത് നന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കൺട്രോൾ ചെയ്യുക, കുറച്ചിട്ട് വരിക. നമ്മൾ 3-4 നേരം ഉപയോഗിച്ചിരുന്നത് 1-2 നേരമാക്കിയിട്ട് നമ്മൾ ചുരുക്കി കൊണ്ടുകഴിഞ്ഞാൽ നമുക്ക് വളരെയധികം മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. അത് ലൈഫ് ലോങ് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാക്കി അല്ലെങ്കിൽ നമ്മൾ മാറ്റിയെടുക്കാൻ പോവുകയാണെന്ന് നമ്മൾ മനസ്സിൽ കാണുമ്പോൾ നമുക്കത് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നും. ഭയങ്കര ഒരു നമ്മളോട് തന്നെ ഭയങ്കരമായിട്ടൊരു ഒരു വർക്ക് കൊടുക്കുന്ന പോലെ തോന്നും. പക്ഷെ അങ്ങനെ നമ്മൾ ചെയ്യാതെ നമ്മളൊരു 15 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 1 മന്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ടാസ്ക് ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഈ 1 വീക്ക് കഴിഞ്ഞാൽ നമുക്ക് ഇനി മധുരം കഴിക്കാമല്ലോ, അല്ലെങ്കിൽ 2 വീക്സ് കഴിഞ്ഞാൽ കഴിക്കാം, അല്ലെങ്കിൽ ഒരു 3 വീക്സ്, അങ്ങനെ അത് പതുക്കെ കൂട്ടി നമുക്ക് 1 മന്തിലോട്ട് പിന്നീട് നമുക്കത് പഞ്ചസാര ഇട്ട് കഴിക്കുന്ന ചായയും പഞ്ചസാര ഇല്ലാതെ കുടിക്കുന്ന ചായയും തമ്മിൽ നമുക്ക് ഭയങ്കര ഡിഫറൻസ് ആയിരിക്കും. അതായത് കുറച്ച് മധുരം ഇടുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര മധുരം കൂടിയിട്ടുണ്ട് ഈ ചായയിൽ നിന്ന് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. അപ്പം അങ്ങനെ പതുക്കെ നമുക്ക് ഈ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ചസിലോട്ട് നമുക്ക് വരുത്താൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മുടെ ലൈഫിലോട്ട്, അതായത് പതുക്കെ നമ്മൾ ഈ ഷുഗറിൻ്റെ കണ്ടന്റ് നമ്മൾ കുറച്ച് വരുമ്പോൾ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഇത്തരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ ഡെന്റൽ റിലേറ്റഡ് ഒരു കാര്യം വരികയാണെങ്കിൽ പ്രധാനമായിട്ടും നമ്മുടെ വായിൽ കേരീസ് ഉണ്ടാക്കുന്ന പ്രധാന ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധുരമാണ്. അതായത് പഞ്ചസാര നമ്മൾ മധുരമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ അത് നമ്മുടെ പല്ലിൽ ഓട്ടോമാറ്റിക്കലി ഒട്ടിപ്പിടിച്ച് നിൽക്കും. അത് പിന്നീട് കീടാണുക്കൾ, അത് ബാക്ടീരിയൽ ഇൻഫെക്ഷനും ഒക്കെ വന്നിട്ട് നമുക്ക് പല്ലുകളിൽ പൊത്തു വരാനും ഒക്കെ ഇത് കാരണമാകും. അതായത് അസിഡിറ്റി റിലീസാകും. അപ്പോൾ ഇനി നമ്മൾ ഡെന്റലിലോട്ട് വരികയാണെങ്കിൽ, അതായത് വായിൽ പല്ലുകൾ കേടുവരുത്താനുള്ള പ്രധാന ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചസാര അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ്. അതായത് നമ്മൾ കഴിക്കുന്ന പല ബിസ്ക്കറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കുന്ന ബിസ്ക്കറ്റ്,
ലഡു, ജിലേബി, ചായ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും കുട്ടികളാണ്, മിഠായി ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും കുട്ടികളാണെങ്കിലും ഇടയിൽ കഴിക്കുന്ന ഭക്ഷണങ്ങളായതുകൊണ്ട് തന്നെ വായ കഴുകില്ല പ്രോപ്പറായിട്ട്. അപ്പം നമ്മുടെ പല്ലുകളിൽ അത് ഒട്ടിപ്പിടിച്ച് നിൽക്കുകയും പിന്നീട് അത് കേടുവരാനും പല്ലുകളിൽ പൊത്തുവരാനും വേദന വരാനും ഒക്കെയുള്ള കാരണങ്ങളായി മാറാറുണ്ട്. അപ്പം നമ്മൾ പഞ്ചസാരയുടെ അളവ് നമ്മൾ നന്നായിട്ട് കുറയ്ക്കുക, ധാരാളം വെള്ളം കുടിക്കുക, പ്രോപ്പറായിട്ടുള്ളൊരു എക്സസൈസും അതുപോലെ തന്നെ ഒരു ലൈഫ് സ്റ്റൈലും നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഹെൽത്തി ആയിട്ട് ഇരിക്കാനും ഒരുവിധം എല്ലാ അസുഖങ്ങളും നമുക്ക് വരാതെ നമുക്ക് ഒരു സ്ട്രോങ് ബോഡിയും അതുപോലെ തന്നെ മൈൻഡും ബിൽഡ് ചെയ്തെടുക്കാൻ നമുക്ക് തീർച്ചയായും സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.